ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഭരണം, റെയിൻ ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവഭരണം ഉറപ്പ് വരുത്തിയാൽ ഉടമ്പടി എണ്ണയിട്ട് യന്ത്രം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും. ഉടമ്പടി ഉറപ്പ് വരുത്തിയിട്ട് ദൈവരാജ്യത്തേക്കാൾ പോണതിനേക്കാൾ നല്ലത് ദൈവരാജ്യം ഉറപ്പ് വരുത്തിയിട്ട് ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാനാണ്. അപ്പോൾ ദൈവരാജ്യം എന്താണ് ഒരു വിഷയം. ഇപ്പം ഇന്നലെ ഒരു കേസ് ഞാനെടുത്ത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് വഴക്കിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കണമെന്നാണ് പുള്ളി എൻ്റെ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അത് വെച്ചിട്ട് തിരിച്ചു വന്ന ആളോട് ചോദിച്ച്, നിങ്ങൾ പോയി വിളിക്കുമോന്ന്. വിളിക്കത്തില്ല. അത് എന്ത് മാതാവിനെ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന പാപ്പടമ്പോൾ വിളിക്കത്തില്ല. പുള്ളിക്കാർ ഈക്കുണ്ട്. അത് ലോകരാജ്യം എന്ന് പറയും. എന്നുവെച്ചാൽ അയാളുടെ അധികാരം. കാര്യം ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ അവിടെ അമ്മായിയമ്മ ഇരിപ്പുണ്ട്. അവിടെ എന്താണ്, അങ്ങനെ വരട്ടെ, അവസാനം പട്ടി വന്ന പോലെ നീ വന്നില്ല, നിന്നെ വരത്താൻ എനിക്കറിയാവുന്ന അമ്മായിയമ്മ അവിടെ ഇത് പറയും. അപ്പോൾ അവരെ ചവിട്ടിക്കിറാൻ വേണ്ടി ഇയാൾക്ക് തോന്നും. അതുകൊണ്ട് ആ അഭ്യാസത്തിൽ ഞാനില്ല. അവൾ വരണേ വന്നിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണ്. ഇവിടെ ദൈവരാജ്യം ഇല്ല. മനസ്സിലായില്ലേ? ദൈവരാജ്യം എന്ന് പറയണത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, സ്വന്തം ദൈവഭരണത്തിന് വേണ്ടി സ്വന്തമായിട്ട് അടിയുറ വെക്കണം. അവിടെ അഹങ്കാരമില്ല, ക്ഷമയുണ്ട്. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻറ്റ് വൈസ് ക്ഷമ എന്താ? മഹാത്മാഗാന്ധിയുടെ ക്ഷമയല്ലേ ബൈബിളിലെ ക്ഷമ? കണ്ടൻറ്റ് വൈസ് ഒരു ക്ഷമ എന്ന് പറയുന്നത് കണ്ടൻറ്റ് വൈസിൽ അതിൻ്റെ അകത്ത് ചേരുവക ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. മനസ്സിലായോ? ഞാൻ മണ്ണോളം ക്ഷമിച്ചെന്നൊക്കെ പറഞ്ഞല്ല പ്രശ്നം. സഹിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാണ്? കുരിശിലെ കർത്താവിനുള്ളതാണ് സഹിക്കുന്ന സ്നേഹം. ഈ സഹനം മുഴുവനും എന്തിനു വേണ്ടിയാണ്? നമ്മളുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ സഹനം ഫീൽ ചെയ്യുന്നില്ല. ആളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ് ഉള്ളത്. നമ്മളാണ് ദുഃഖമാണെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി വെറുതെ കണ്ണീരിൽ നടത്തുന്നത്. ആളിൻ്റെ ഉള്ളിൽ ആ സമയത്ത് അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ആരാണ്? പിതാവായ ദൈവം പറഞ്ഞ് അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, ഈ ക്ലേശത്തിൻ്റെ ഒരു ഭാഗം നമുക്കുണ്ടാകുന്ന ക്ലേശം എല്ലാം അങ്ങനെയല്ല, ഒരു ഭാഗം ദൈവദത്തമാണ് അതിൻ്റെ ഇത് വരുന്നത്. അതിന് ദൈവികമായ ലക്ഷ്യങ്ങളുണ്ടാവും. നമ്മളൊന്ന് മാറ്റി മറിച്ച് ദൈവ പൈതലായി എടുക്കാൻ വേണ്ടിയുള്ള ഒരു മോൾഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ചില ഗിവൺ ആയിട്ടുള്ള ചില നമുക്ക് നൽകിയിട്ടുള്ള ചില തനത് ക്ലേശങ്ങളുണ്ടാകും. പറഞ്ഞോളൂ. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ, അതായത് നമ്മളെയൊക്കെ ഓർത്തിട്ട് അവൻ്റെ സന്തതി പരമ്പരയാണ് ഈ കാലഘട്ടം 2000 കൊല്ലമായിട്ട് അവൻ്റെ രക്തത്തിൽ ജനിച്ചിട്ടുള്ള അവന് നാഥനും രക്ഷകനും ഏറ്റു പറഞ്ഞിട്ട് നിത്യതയ്ക്ക് വേണ്ടി അവൻ നേടിയ നിത്യതയ്ക്ക് അവകാശം ലഭിച്ച ദൈവ പൈതലേ, അതാണ് സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അപ്പം അവൻ പ്രത്യാശ അർപ്പിക്കുകയും അവൻ്റെ വേദനയിൽ അവൻ ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യണം. എന്നുവെച്ചാൽ ദീർഘായുസ് എന്ന് വെച്ചാൽ അവൻ്റെ ദീർഘായുസത്ത് ആയുസിൻ്റെ ദീർഘം എന്ന് വെച്ചാൽ ഉയർപ്പാണ് ഉദ്ദേശിക്കുന്നത്. അവൻ പീഡാനുഭവത്തിൻ്റെ സമയത്ത് തന്നെ തിരുവുദ്ധാനത്തിൻ്റെ ആന്തരിക സന്തോഷം അനുഭവിച്ചവനാണ് ക്രിസ്തു. കൈയടിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ക്ലേശ കാലഘട്ടങ്ങളിൽ നിന്റെ സ്നേഹത്തിൻ നിറവാക്കണേ, എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഐസയ 53:10 മറന്നു പോകരുത്. അതായത് നമ്മുടെ ക്ലേശങ്ങളിൽ തന്നെ, ഓരോ ക്ലേശങ്ങളും തന്നെ നമ്മുടെ തിരുവുദ്ധാനത്തിൻ്റെ വിത്തുകൾ ഉൾപ്പെട്ടിട്ടുണ്ടത്.
പക്ഷെ നിങ്ങൾ ക്ലേശങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ദൈവസ്നേഹത്തോടെയാണ് ക്ലേശങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഈ 13:44 എന്താണ് 13:44 എന്താ പറയണത്? നിങ്ങൾ ദൈവരാജ്യം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ദൈവരാജ്യം എന്ന് പറഞ്ഞത് ക്രിസ്തുവാണേ. അതായത് നമ്മുടെ ജീവിതം ഇപ്പം തന്നെ ഈ മനുഷ്യൻ കർത്താവിൻ്റെ നാമത്തെ പ്രതി ഞാൻ പോയി ജീവിത പങ്കായി വിളിച്ചുകൊണ്ട് വരും. അമ്മായിയമ്മെന്ന് പറഞ്ഞാലും നാളെ അവർ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന കാരണം ഭാര്യ ചില മുഷ്കത്തടമൊക്കെ വീട്ടിൽ കാണിക്കും. ചില പെണ്ണുങ്ങളെ നിങ്ങളൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് എന്നെ കണ്ണു പിടിച്ച് നോക്കേണ്ട കാര്യമില്ല. ചില പെണ്ണുങ്ങളെ നമ്മൾ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൾ വന്നാൽ പിന്നെ നമ്മുടെ തലയിൽ കയറിയിരിക്കും. അത് ഇയാൾക്കറിയാം, ചില പെണ്ണുങ്ങളുടെ സ്വഭാവമാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവൾ ഞാനേ വരട്ടെ, ഞാൻ സ്വീകരിച്ചോളാം, അപ്പോൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയുമല്ല എന്നാണ് ഇയാൾ പറയണത്. പക്ഷെ അതിനകത്ത് ദൈവരാജ്യമില്ല. ദൈവരാജ്യം എന്താണ്? ഇവളോ ഇവളുടെ അമ്മയോ ഇവൻ്റെ ജീവിതമോ ഇവളല്ല അതിൻ്റെ കക്ഷി ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പ്രതി ഞാൻ പോകും. നാണം കെട്ടാലും ആക്ഷേപം സഹിച്ചാലും അത് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ കൂടെ വെക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ഞാൻ അവകാശിയാക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ ഉടമ്പടിയിലായോ എന്നറിയാനുള്ള ഇൻഡിക്കേറ്ററാണ്. ഇപ്പം കറണ്ട് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ ലാമ്പ് ഉണ്ടാവും അല്ലേ? അത് നമ്മൾ രാത്രിയിലും ആ ഇൻഡിക്കേറ്റർ ലാമ്പ് അവിടെ കിടക്കും. അപ്പോൾ അതിൽ കറണ്ട് ഇല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ലാമ്പ് കെട്ടുപോകും. നമ്മൾ ഉടമ്പടിയിലാണോ എന്നറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഈ ആന്തരിക സന്തോഷം. മനസ്സിലായില്ലേ? രോഗികളെ കാണാൻ പോകുമ്പോഴും നമുക്കുള്ളിൽ സന്തോഷം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഓർക്കുക, ഈ 13:44 വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. അത് ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ? നിങ്ങൾ ഉടമ്പടിയിലാണ്. നിങ്ങൾക്ക് രോഗികളെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ നാമത്തെ എല്ലാവരും അറിയിക്കാൻ വേണ്ടി ദൈവം എന്നെ അപ്പോസ്തലന്മാരുടെ സ്ഥാനത്ത് തിരഞ്ഞെടുത്തല്ലോ കർത്താവേ, എൻ്റെ ആയുസ്സിൽ ഒത്തിരി സ്ഥലത്ത് അവസാനം വരെ നിന്നെ അറിയിക്കാൻ ഇതുപോലെ എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന 10,000 ആൾക്കാർ ഉടമ്പടിയിലുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കക്കാൻ പോണ പോലെ പത്രം കൊടുക്കാൻ പോണത്. അങ്ങനെ അവർ അവർ കാണും, അവർ പറയുമോ എന്ത് ദൈവമേ. അപ്പോൾ ഇങ്ങനെ ചങ്കിടിച്ചും ചുണ്ട് പറച്ചുമൊക്കെ പോകും. അപ്പോൾ നിങ്ങൾ യു ആർ നോട്ട് ഇൻ കവനൻറ്റ്, നിങ്ങൾ ഉടമ്പടിയിലല്ല, ആന്തരിക സന്തോഷമില്ല, നിങ്ങൾക്ക് ഭാരമാണ്. ആന്തരിക സന്തോഷം വേണമെങ്കിൽ യു മസ്റ്റ് ലവ് ഓഫ് ഗോഡ്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ദൈവസ്നേഹം വർദ്ധിക്കുക. പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയണത്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്താലും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം. ദൈവസ്നേഹം വർദ്ധിപ്പിക്കാനുള്ള എളുപ്പ വഴിയുണ്ട്. എന്ത് ചെയ്യണത്? ചെയ്യണ കാര്യങ്ങളെല്ലാം അവൻ്റെ നാമത്തിൽ ചെയ്യണം. 10:42 എടുത്തേ, മത്തായി സുവിശേഷം. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് മത്തായി ശ്ലീഹയുടെ സുവിശേഷമാണ്. ഇത് ലൂക്കിൻ്റെ ഒക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് പറയും, എൻ്റെ നാമത്തിലെന്ന് പറയും. ഈ ചെറിയൊരുവന് എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പത്രം വെള്ളം കൊടുക്കണവന് പ്രതിഫലം ലഭിക്കും. എന്താണ് ആ പ്രതിഫലം? ആ പ്രതിഫലം ദൈവസ്നേഹം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ച് നോക്കിയാൽ മനസ്സാകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് ആ നാമത്തിൽ ആണ് ചെയ്യണതെങ്കിൽ എന്നിട്ട് ദൈവസ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കണം. നിങ്ങൾ ചെയ്യണത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും. നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ ഇപ്പം നിങ്ങൾ ആശുപത്രി പോണവരുണ്ട്. ഇപ്പം തന്നെ ഈ അനൂപ് വിജയൻ്റെ അടുത്ത് അനൂപ് വിജയൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അയൽവാസി ഒരാൾ വീട്ടിൽ വന്ന്, അപ്പോൾ അനൂപ് വിജയൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ആശുപത്രിയിൽ പോകണം, പക്ഷെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പോകാതിരിക്കണത് എന്ന് പറയും. അപ്പോൾ അനൂപ് വിജയൻ അത് കേൾക്കും. കേട്ട് അവളുടെ മാല പണയം വെച്ച കാശ് കുറേ കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുക്കും. ചേട്ടായി ആശുപത്രി പോകും എന്ന് പറയും.
അവളെന്താ ചെയ്യണത്? അത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി അവൾ ചെയ്യണത്. ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതിയാണ് ചെയ്യണത്. കാര്യം വെച്ചാൽ ഈ ചെയ്യണ കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം. അനുവിജയൻ്റെ വിഷയം അതല്ല. അവളുടെ വിഷയം PSC എഴുതിയിട്ടുണ്ട്. അവളുടെ ഏജ് ഓവറാകാൻ പോണേ. അവളേക്കാൾ എഴുതിയിരിക്കുന്ന ആൾക്കാരെല്ലാം ഹൈ റാങ്ക് ഉള്ളവരും അവരെക്കാൾ മെച്ചമായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവൾക്കിത് മാത്രമേ ആശ്രയിക്കാനുള്ളൂ. വേറെ ഒരു ഗതി പിടിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ലിവിങ് ഓൺ ദി എഡ്ജ് എന്ന് പറഞ്ഞ പോലുള്ള ഒരു അറ്റത്ത് ജീവിക്കുന്ന ആളാണ്, വിധിയുടെ അറ്റത്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രാധാന്യം എന്താണ്? ഇയാൾക്ക് ഈ പണം കൊടുക്കുമ്പോഴും ദൈവമേ എങ്ങനെയെങ്കിലും എൻ്റെ PSCക്കൊന്ന് കരകയറ്റണം എന്നാണ് അവൾ പറയേണ്ടത്. പക്ഷെ അവളതല്ല പറയണത്, എന്നാൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. ഇതാണ് വിഷയം. ഈ കളികൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും. നിങ്ങളിപ്പോൾ പ്രവർത്തനം ചെയ്യണില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയും ഇതെങ്ങനെയെങ്കിലും എന്ത് ചെയ്താലും എന്ത് തൊന്തരവ് ചെയ്താലും കുഴപ്പമില്ല, PR എൻ്റെ മകൾക്ക് PR കിട്ടിയാൽ മതി. ഇങ്ങനെ കുറേ പെരിച്ചാഴികളുണ്ട്. മിക്കവാറും ആളേന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ല. കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ ദുർവിനിയോഗിക്കുകയാണ്. ദൈവത്തിന് ഇവിടെ വലിയ ചാൻസൊന്നുമില്ല. അപ്പം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിൽ തൂക്കാൻ നിന്ന് കൊടുക്കരുത്. കാര്യം ഞാൻ നിന്നെ തൂക്കി നോക്കി, മേനെ തെക്കൽ ബാർസിൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ദാനിയേൽ 5 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. ദാനിയേൽ 5:25 മുതൽ 27 വരെ. ദാനിയേൽ 5:25. ആ ലിഖിതം ഇതാണ്: മേനെ മേനെ തെക്കേൽ പാർസീൻ. ഇതാണ് അർത്ഥം: മേനെ, ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെക്കേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവം ഒരാളെ തൂക്കുമ്പോൾ കുറവുള്ളവനായി കാണപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തിരുസന്നിധി തൂക്കമുള്ള അളവിടും തൂക്കമുള്ള ആൾക്കാരായിരിക്കണം. അളവും തൂക്കമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് ഈ വിഷയങ്ങൾ ചെയ്യേണ്ടത്, ദൈവസ്നേഹത്തെ പ്രതി. അല്ലാതെ നിങ്ങൾ സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവം തൂക്കി നോക്കുമ്പോൾ ഇത് ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി നടക്കുകയാണ്. അതിപ്പോൾ ഇവിടെ നരകത്തിലാണ് അതിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നരകത്തിൽ പോയിക്കൊള്ളൊരു പ്രശ്നമില്ല. അവർക്ക് കാര്യം കണ്ടാൽ മതി. ഇതൊക്കെ ദൈവത്തെ അറിയാം. ഇവിടെ ഇപ്പോൾ ഉടമ്പടിയെങ്കിൽ ഉടമ്പടി. ഇതിപ്പോൾ നരകത്തിലാണ് പിശാചാണ് ഈ സാധനം കൊടുക്കണമെന്ന് വിചാരിച്ചോ, PR ഈ ഇട്ടിട്ട് അങ്ങോട്ട് പോയിക്കൊള്ളൂ, ഒരു പ്രശ്നമൊന്നുമില്ല. ആ വയറ്റിപ്പഴപ്പുകാരെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, ദൈവത്തിനെയും അവർ മാറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനാണ് നിങ്ങൾക്ക് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാരം കുറഞ്ഞ പറഞ്ഞ പോലെ ഞാൻ നിന്നെ തൂക്കി നോക്കി, എന്തു പറ്റി? നീ ഭാരം കുറഞ്ഞവനായിട്ട് കാണപ്പെട്ടു. അതുകൊണ്ട് എന്താണ്? മേനെ തെക്കൽ വാർസിൻ, ഞാൻ നിൻ്റെ നാളുകൾ എണ്ണിയിരിക്കണമെന്ന്. പണിയല്ലേ, വെറുതെ വന്ന് പണി മേടിക്കേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെയാണ് ജീവിതത്തെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നതാണ്. അതായത് നീ ദൈവത്തിൽ നിന്ന് തെറിച്ചു പോകാനുള്ള സമയമായെന്ന്. കാര്യം ദൈവം കുറേ കഴിഞ്ഞാൽ പിന്നെ നിന്നെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല. കാര്യം എന്താ? ജഡിക വാസനയുള്ള ലോകസന്തതിയാണ്. ഇതിനെയും ചുവന്നുകൊണ്ടിട്ട് ഒരു കഥയും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവത്തിൽ നിന്ന് പോകാനുള്ള. അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ നിൽക്കുമ്പോൾ വളരെ ആധ്യാത്മികമായ ബുദ്ധി ഉപയോഗിക്കണം. എന്താണ്? ദൈവത്തിൻ്റെ ആ ഒരു ദൈവമേഖലയിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പ്രാർത്ഥനയുടെ എല്ലാ കാര്യങ്ങളും. അല്ല നിങ്ങളെ മക്കൾ, എൻ്റെ മക്കളുടെ വിസ, എൻ്റെ മക്കളുടെ PR, എൻ്റെ സ്ഥലം വിൽക്കണം, എൻ്റെ ജപ്തി മാറണം, ആ വിഷയം സെക്കൻഡറിയാക്കി കൊണ്ടുവരണം. ഫസ്റ്റ് വിഷയം എന്താണ്? നിങ്ങൾ ദൈവസ്നേഹത്തിൽ വളർന്നിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ആംബിയർ ആർജിക്കുന്നത് ഫസ്റ്റ് ആദ്യ തലത്തിൽ വരണം. പ്രാർത്ഥിക്കുക, കർത്താവേ കർത്താവേ, ഞാനും അങ്ങും തമ്മിലുള്ള ബന്ധത്തില്
ദൈവവുമായുള്ള ബന്ധത്തില് സത്യസന്ധതയും വിശ്വസ്തതയും നിറവേറ്റിക്കൊണ്ട് ദൈവസ്നേഹത്തിന് ദൈവത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവേ, എന്റെ ആധ്യാത്മിക നിലവാരത്തെ അങ്ങ് ഉയർത്തണമേ. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ആരാധന 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 ബൈബിൾ വളരെ ശ്രദ്ധയോടെ പറയുന്ന വിഷയമാണ് യോഗ്യത, അർഹത. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ അർഹതയും യോഗ്യതയും ഉടമ്പടി ഒത്തിരിയേറെ ഉപവിപ്രവർത്തനങ്ങളുണ്ട്, ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്. എന്തിനാ കാര്യം? അതിൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ ചില ആൾക്കാർ, ഈ പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഇതിപ്പോൾ അവരുടെ ഒന്നും ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും? പ്രത്യക്ഷിക പ്രാർത്ഥന 53 പ്രാവശ്യം ചെല്ലും. ഒരു പണി നടക്കത്തില്ല. അഭ്യാസമൊന്നും കാണിക്കരുത്. കാലപ്പടി നിലത്തിലടിക്കുന്ന അഭിപ്രായം. കാര്യം അങ്ങനെയുള്ള ഇത് അവൻ പറയണ പോലെ ചെല്ലുകയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്, ചെയ്യണ പദ്ധതിയാണ്. ഇതിൻ്റെ അകത്തെന്ന് പറയണത് നമ്മൾക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് 53 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഏതായാലും മൂലക്കുത്തി ഇരുന്നാൽ പോരെ, ചുമ്മാ ചെല്ലി വിട്ടാൽ മതി. അതിൽ പണി കൊണ്ടാ വീട്ടിലെ പണി പോലും ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിലെ പണി പോലും ഞാൻ ഇവിടെ പ്രാർത്ഥിക്കണമെന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥനയുടെ പുതപ്പിൻ്റെ അകത്ത് കയറിയിരിക്കും. ഈ അഭ്യാസമൊന്നും ദൈവത്തിൻ്റെ അടുത്ത് ഈ ഉടമ്പടി നടക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടി കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് അവിടെ എന്താ പറഞ്ഞിരിക്കണം നോക്കണം. അവൻ പറയണ പോലെ ചെയ്യുക. അത് ദൈവസ്നേഹത്തോടെ ചെയ്യണം. അല്ല ആക്കാനും വേണ്ടി ഒക്കെ അയക്കണ പോലെ ഒപ്പിക്കരുത്. ദൈവസ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്യണം. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എന്താ സംഭവം? എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഉടമ്പടിയിലാണോ നിങ്ങൾ, അതിന് ഇൻഡിക്കേറ്ററുണ്ട്. അത് ഒരു ഇൻഡിക്കേറ്റർ ആന്തരിക സന്തോഷമാണ്. എല്ലാം ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലാണ്. അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉടമ്പടിയുടെ എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള സ്വതസിദ്ധമായ മെരിറ്റ് കീപ്പ് ചെയ്യണം. കാര്യം നിങ്ങൾ കോമ്പറ്റൻ്റ് അതോറിറ്റി ആണോ ദൈവമായിട്ട്? നിങ്ങൾ ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണത്? നിങ്ങളെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊന്നും അല്ല ഉടമ്പടി ചെയ്തിരിക്കണത്. ആരുമായിട്ടാണ്? നിങ്ങൾ ആ ഇക്വാലൻ്റ് പാർട്ട്ണർ അല്ല. ബേസിക്കായിട്ട് നിങ്ങളും ദൈവവും തമ്മിൽ ഉടമ്പടി ചെയ്യാൻ ഇക്വാലൻ്റ് പാർട്ട്ണർ, ഒരു തുല്യ പങ്കാളിയല്ല. ആണോ? ദൈവം നമുക്ക് ഉടമ്പടി ചെയ്യാൻ തുല്യ പങ്കാളിയല്ല. പിന്നെ തുല്യ പങ്കാളി അല്ലാത്ത ഒരാളുമായിട്ട് ഗതികെട്ടൊരു മനുഷ്യൻ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ തുല്യ പങ്കാളിയാകാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഉണ്ട് ബൈബിളിൽ. അത് നമ്മൾ ഉപയോഗിക്കണം. അതിനാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തന്നിരിക്കണം നിങ്ങൾക്ക്. ബൈബിൾ അംഗീകരിച്ചിട്ടുള്ളതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല അച്ഛൻ്റെ തലേക്കാരുടെ സാധനം ചെയ്യാൻ പറ്റത്തില്ല. ബൈബിൾ ഒരു ഉടമ്പടിയുടെ തുല്യ പങ്കാളിയാകാൻ ബൈബിൾ നിശ്ചയിച്ചിട്ടുള്ള അർഹതാ പ്രവർത്തനങ്ങളുണ്ട്. ആ അർഹതാ പ്രവർത്തനങ്ങളിൽ ഒന്നെന്താണ്? പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. അതെങ്ങനെ അറിയിച്ചാൽ പോരാ, സന്തോഷത്തോടെ അറിയിക്കണം. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ക്രിസ്തുവിനെ സഹിക്കുന്ന ആൾക്കാരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ പരിചരിക്കണം. ഉപവിപ്രവർത്തനം വരുന്നത് അങ്ങനെയാണ്. ഈ രണ്ട് സംഭവങ്ങളാണ് രണ്ട് ചിറകായിട്ട് വരണത്. ഇതിൻ്റെ ചിറകാണ് ടൈം ഷോട്ട് ചെയ്യണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണത് ഇത് പദ്ധതി പ്രാർത്ഥനയാണ്. ഇപ്പോൾ പദ്ധതി പ്രാർത്ഥനയാകുമ്പോൾ അതിൻ്റെ മിനിമം ഇതാണ് ഇതിൻ്റെ അർഹത എന്ന് പറയുന്നത്. അർഹത യോഗ്യത എന്നൊക്കെ പറയും. ഇപ്പം നോട്ട് ബൈ മെറിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യും. പക്ഷേ ഉടമ്പടി എടുക്കാൻ നിങ്ങൾക്കത് യോഗ്യത വേണം. കാര്യം നോട്ട് ബൈ മെറിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പോൾ നോട്ട് ബൈ മെറിറ്റ് നിങ്ങളുടെ മെറിറ്റ് അല്ലാതെ ഉടമ്പടി വർക്ക് ചെയ്യും. ഇപ്പോൾ ക്യാൻസർ 4th സ്റ്റേജ് എന്ന് പറയും.
അപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം വായിച്ചു. അതെന്ന് അവർ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പ്രഗ്നൻ്റ് അല്ല, 9 കൊല്ലമായിട്ട് മക്കളില്ല. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് അല്ല. അവർ പുറത്തിറങ്ങി മടുത്തു. ഇനി ഒരു ഡോക്ടറും അടുത്തും പോണില്ല, ഒരു ആശുപത്രിയിലും പോണില്ല, ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനമെടുക്കും. മാതാവിൻ്റെ അടുത്ത് ചെന്ന് അമ്മ കുഞ്ഞിനെ തരുമെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ കൃപാസനത്തിൽ വന്നിട്ടില്ല. എടുക്കാൻ തീരുമാനിച്ചതേ ഉള്ളൂ. അതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളില്ല. അച്ഛൻ ഇന്ന് ഞായറാഴ്ച കുർബാനക്കത് പറഞ്ഞായിരുന്നു. എന്താ സംഭവിച്ചിരിക്കേണ്ടത്? ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പ്രഗ്നൻ്റാണ്. ഈ ദൈവ പദ്ധതിയുടെ രീതി അതാണ്. അതായത് നേരത്തെ സയൻറ്റിഫിക്കായി ടെസ്റ്റ് ചെയ്താണ് അവർ പ്രഗ്നൻ്റ് അല്ല. പക്ഷേ പിന്നെ സംഭവിച്ച കാര്യം എന്താണ്? അവർ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു എന്നേ ഉള്ളൂ. ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ സംഭവിക്കണത്, ചില ആൾക്കാർ വീട്ടിൽ ഇരുന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചാൽ മതി, അപ്പം തന്നെ ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധരാണെന്നും ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്യുമെന്നും നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഇത് നിറവേറ്റുമെന്നും നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാൻ പറ്റും. അതുകൊണ്ട് അപ്പം തന്നെ അനുഗ്രഹം വരാൻ തുടങ്ങും. ചില ആൾക്കാർ ഉടമ്പടി എടുത്ത് 4 ഒന്ന് പുതുക്കിയാൽ പോലും ദൈവം തിരിഞ്ഞു നോക്കത്തില്ല. എന്താ കാര്യം? അവരെ ഉടമ്പടി എടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും. എന്ത് സ്വഭാവമായിരുന്നു ഉടമ്പടി എടുക്കുന്ന കാലത്ത് അവർക്ക് ഒരു മാറ്റം അവർക്കില്ല. പിന്നെ ചെയ്തില്ല, പത്രം കൊടുത്ത് രോഗികളെ പോയി കൊണ്ട് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയും. പക്ഷേ എന്ത് അരൂപിയിലാണിത് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്താലും ഈശോ ചോദിക്കും എന്ത് ചെയ്തു എന്നുള്ളതല്ല, എന്ത് അരൂപി ചെയ്തെന്നാണ് ചോദിക്കണേ. അതാണ് എൻ്റെ അത് പണി എല്ലാവരും മേടിക്കണേ ഇവിടെ വെച്ചാണ്. എന്ത് ചെയ്യുക എന്ന് നമുക്ക് എന്തും ചെയ്യാം, പക്ഷേ എന്ത് അരൂപി ചെയ്ത്? ദൈവത്തിന് വേണ്ടിയാണോ ചെയ്തത് അതോ മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ ചെയ്തത്? അതാണ് ചോദിക്കണത്. പല കാര്യങ്ങളും ചെയ്യണത്, ലോകത്തിലുള്ള ആൾക്കാർ ചെയ്യണത് മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യും. ചിലപ്പോൾ ഇലക്ഷനിൽ വോട്ടിന് ലക്ഷ്യമാക്കി ചെയ്യും. അങ്ങനെ ഓരോ വിഷയം ഉദ്ദേശിച്ച് ചെയ്യും. പക്ഷേ അരൂപി നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൗതിക ലാഭനഷ്ടങ്ങൾ അവിടെ റെഫറൻസിൽ വരുന്നില്ല. ഭൗതിക ലാഭനഷ്ടങ്ങൾ നമുക്ക് ചിലപ്പോൾ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാകണത്. പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്ന ദൈവ മഹത്വത്തിനും ദൈവത്തിൻ്റെ വചനം ഉള്ളത് കൊണ്ടും വചനം അനുസരിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആ ഫോർമാറ്റാണ് ഉപയോഗിക്കണം. എന്താണ്? നമ്മൾക്കല്ല കർത്താവ് അങ്ങയുടെ തിരുനാമത്തിന്. ടേക്ക് ദ ബെഡ് ഫോർ സങ്കീർത്തനം. ഞങ്ങൾക്കല്ല കർത്താവ് അങ്ങയുടെ തിരുനാമത്തിന്. ടേക്ക് ദ ബെഡ് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 115 സങ്കീർത്തനം 1 തിരുവചനം. സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. പറഞ്ഞേ ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. മഹത്വം നമുക്ക് കിട്ടാതെ ദൈവനാമത്തിന് കൊടുക്കുന്ന പ്രവൃത്തികളാണ് ദൈവാത്മാവിനാണ് നയിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾക്കാണ് അതിൻ്റെ മഹത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യാത്മാവിലാണ് നയിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ മനുഷ്യൻ്റെ മക്കളും സ്റ്റാറ്റസ് കോ ഇപ്പോഴുള്ള നിലവാരം നിൽക്കുകയുള്ളൂ. നമ്മുടെ നിലവാരം ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകണം. ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ഉടമ്പടിയിലുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് നൽകപ്പെടുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിബന്ധന എന്താണ്? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത്. ശ്രുതിയുടെ ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിലും വെക്കുക. ഈ നിമിഷം ഞാൻ സുഖപ്പെടും. കർത്താവ് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ എന്നെ സുഖപ്പെടുത്തും. ഇന്ന് ഓൺലൈനിലുള്ളവരും മനസ്സിൽ വിചാരിക്കുക, രക്തസ്രാവക്കാരി രോഗി അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ താൻ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പാം. ഞാനിപ്പോൾ സുഖപ്പെടും എന്ന് ഉള്ളിൽ വിചാരിക്കണം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ശ്രുതികടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം, അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ പ്രസരിക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയെ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, കൈകളെടുക്കുക. കർത്താവിൻ്റെ ആലയത്തിൽ സന്തോഷത്തിൽ നിൽക്കുക. എൻ്റെ പ്രിയമകനെ, പ്രിയമകളെ, കർത്താവ് ആണ് നിന്നെ കൊണ്ടുവന്ന് നീ ഓർക്കണം. ഈ അൾത്താരയിലിൻ്റെ വാതിക്കൽ നീ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആശ്വാസം പ്രാപിച്ച ദൈവം അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത്. നിൻ്റെ ജോലി, വീട്, വിവാഹം, വഴി, വെള്ളം, വെളിച്ചം, നിൻ്റെ വിസ, നിൻ്റെ നാട്ടിലെ ജോലി, സാമ്പത്തിക തടസ്സങ്ങൾ, ജപ്തി നടപടികൾ, ശരീര അസുഖങ്ങൾ, സ്ഥലം വിൽക്കാനുള്ളവർ, അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ യാത്രകൾ, ഈ ആഴ്ചയിലുള്ള, ഈ മാസത്തിലുള്ള യാത്രകൾ, വന്ന തടസ്സങ്ങൾ, എൻ്റെ കേസുകൾ, കോടതി കേസുകൾ, നിന്റെ തകർന്ന കുടുംബങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ, നാമത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ, ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്ത് കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലൂടെ എല്ലാ ജീവിത ദുരിതങ്ങളെയും തടസ്സങ്ങളെയും നീ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.